ഗിഫ്റ്റ് റാപ്പിംഗ്. അപ്പം ഗിഫ്റ്റ് കിട്ടി. ഒരു ഫോട്ടോ ഫ്രെയിമാണ്. എവിടെ ലാസ്റ്റ് മിനിറ്റ് ഫോട്ടോ ഫ്രെയിമാണിതാ. ഷീറ്റ്. ഇതാണ് കല്യാണ ചെറുക്കനും കല്യാണ പെണ്ണും. കണ്ട് ഗൈസ്, ഇറ്റ്സ് മൈ ബ്രദർ ആൻഡ് മൈ സിസ്റ്റർ. ഓക്കെ, അപ്പോൾ ഇതിന്ന് റാപ്പ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗിഫ്റ്റ്. ഇപ്പോൾ നാളെ എന്തായിരുന്നാലും ഇത് കാണിക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഇന്ന് രാത്രി ഇത് കവർ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ കുളിച്ചു കഴിഞ്ഞു. ഇതാ ഗ്രീൻ കളർ സാരിയാണ് എടുക്കാൻ പോകുന്നത്. ഗ്രീൻ കളർ. ഗെറ്റ് റെഡി വിത്ത് മീ. ഓക്കെ, ഐ ആം റെഡി. I prefer you loose hair. പക്ഷേ മുടി ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ്. അപ്പോൾ ഇത് അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ഐ ഹാവ് ടു ഡു ദിസ്. ട്വിസ്റ്റ് ചെയ്ത് മുകളിലോട്ട് കയറ്റാം. ആൻഡ് ദിസ് ഈസ് ദ വൺ സ്ലീവ്. ഇറ്റ്സ് എ ടോപ്പ്, ഇറ്റ്സ് നോട്ട് എ ബ്ലൗസ്. ഇതൊരു വൺ സ്ലീവിൻ്റെ ടോപ്പാണ്, കെച്ചിൻ്റെ. അത് ഞാൻ ഇതിലോട്ട് അങ്ങ് എടുത്തു. ഈ സൈഡ് സ്ലീവില്ല, നോ സ്ലീവ്. ഇറ്റ് വാസ് ഗുഡ് ലുക്കിംഗ് അല്ലേ? യാ, ഗുഡ് ലുക്കിംഗ്. ഗൈസ്, ടേക്ക് എ ലുക്ക്. ദിസ് ഈസ് എ Rashmika Mandanna inspired saree. She wear this saree on a promotion for Pushpa 2. ഇതാണ്. ഓ, ചട്ടിയും കലം കണ്ടോ. ഇത് സാരി ഫുള്ളായിട്ട് കാണിക്കാനുള്ളൊരു ഇത് കിട്ടാനില്ല. ഇത് സാരി ഇതെന്ന് പറയട്ടെ നല്ല കടും പച്ച കളറാണ്. Such Rashmika Mandanna's feet and find this one. Hi guys, this is my brother. Introduce yourself. Hi. പിന്നെ നമ്മൾ നടന്നു. ബസ്സിലാണ് ഇന്നത്തെ യാത്ര. ദിസ് ഈസ് വൺ ഓഫ് മൈ കസിൻ മേഘ. ചേട്ടൻ അപ്പുറത്തിരിക്കുന്നു. ഇതിപ്പോൾ കണിയാപുരം ഡിപ്പോയിലുള്ള അവസ്ഥയാണ്. പിന്നെ കുറച്ച് സൈഡ് വ്യൂ ഒക്കെ പിടിച്ചു. ഇത് അണ്ടൂർക്കോണം വഴിയുള്ള ബസ്സായിരുന്നു. അപ്പോൾ ഇത്തിയൊന്ന് ചുറ്റിയായിരുന്നു പോത്തങ്കോട് എത്തിയത്. എന്നാലും കൊള്ളായിരുന്നു. വയലൊക്കെ കണ്ടു. പിന്നെ നമ്മൾ മണ്ഡപത്തിലെത്തി. അപ്പോൾ കല്യാണ ചെറുക്കൻ്റെതായിരിക്കുന്നു സ്റ്റേജിലായി ഇരട്ടത്ത്. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. ലേറ്റ് ആയിട്ടായിരുന്നു കല്യാണം നടന്നത്. ഇതായി one more. താലികെട്ട് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇതാണ്. നമുക്ക് പൂ കിട്ടിയില്ല. നമ്മൾ നാലാമത്തെ റോയിലായിപ്പോയി. അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് കല്യാണം കഴിഞ്ഞു. ഞാനിപ്പോൾ കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാ. എന്നിട്ടും നമുക്ക് പെണ്ണിനെ കാണാൻ പറ്റില്ല, കാരണം ആ മാമൻ അവിടെ ഇരിക്കുകയാണ്. വിട്ടുകളയാം. കല്യാണം കഴിഞ്ഞു. എൻ്റെ സാരി, ഫുൾ സാരി ലുക്ക് ഇതാണ്. ദെൻ നമ്മൾ പോത്തങ്കോട് ബസ് കയറി കഴക്കൂട്ടം എത്തി. കഴക്കൂട്ടത്തിന് പിന്നെ ലൈം കുടിക്കാനായിട്ടിരിക്കുകയാണ്. വെയിറ്റിംഗ് ഫോർ ദ ലൈം. ഓക്കെ ഗായ്സ്, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് കല്യാണത്തിന് പോയി തളർന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് വെള്ളം കുടിക്കണം? നാരങ്ങ വെള്ളം കുടിക്കണം. അതാണ് മോറൽ ഓഫ് ദ സ്റ്റോറി. ദ നെക്സ്റ്റ് പരിപാടി വാസ് ടേക്കിംഗ് ട്യൂഷൻ. അപ്പോൾ ട്യൂഷൻ എടുക്കാനായിട്ട് എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെയും കൊണ്ട് സിപ്പപ്പും വാങ്ങി ഞാൻ പോവാണ്. 10th ക്ലാസ്സിലെ ഏറ്റവും ടോപ്പറായിട്ടുള്ള കുട്ടിയാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അനുകുട്ടി, സേ ഹായ്. ടുഡേ അപ്പോൾ ഇറ്റ്സ് ടൈം 6:11. അപ്പോൾ ഐ എം ഗോയിങ് ടു ദ റിസപ്ഷൻ ഓഫ് ദ മോർണിംഗ് മാരേജ്. രാവിലത്തെ കല്യാണത്തിൻ്റെ റിസപ്ഷന് പോകണം. മുഖം പോലും കഴിവില്ല ഇതുവരെയായിട്ട്. എനിക്ക് ഉറങ്ങണമെന്നുണ്ടായിരുന്നു, നടന്നില്ല. ഞാനൊരു സ്ഥലം വരെ പോയിരുന്നു. നഖം ഒടിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് അതും സംഭവിച്ചു. അയ്യോ, നഖം മൊത്തം പോയി. നഖവും ഇങ്ങനെയായി. നഖം തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ വിഷമിക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. പിന്നെ ടുഡേ ഈസ് തേഴ്സ്ഡേ.
വെരി ഗുഡ് തേഴ്സ്ഡേ. ബസ് ഇന്ന് മെയിൻ പ്രോബ്ലം വാസ് നമ്മുടെ വണ്ടി ഇല്ലായിരുന്നു. സോ എങ്ങനെയായിരുന്നു നമ്മൾ പോയത്? ബസ്സിലായിരുന്നു. അപ്പോൾ ബസ്സിൽ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഇറ്റ് വാസ് നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് പ്രോബ്ലം എന്ന് വെച്ചാൽ നല്ല രസമായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ കൂടെ. പക്ഷേ ആഫ്റ്റർ സദ്യ കഴിച്ചതിന് ശേഷം ബസ്സിൽ വന്നപ്പോൾ ഇത്തി സീനായി. പിന്നെ ഉറങ്ങിപ്പോയി. ബസ്സിൽ നിന്ന് പോത്തങ്കോട് വെച്ചായിരുന്നു കല്യാണം. പോത്തങ്കോട് MGയിൽ വെച്ച്. അവിടെ നിന്ന് പിന്നെ നേരെ ബസ്സിൽ നിന്ന് അണ്ടൂർക്കോണം വഴി നേരെ ഇങ്ങ് കഴക്കൂട്ടം എത്തി. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ഒന്ന് ഉറങ്ങി. അപ്പോൾ കൂടുതൽ സമയം കിട്ടില്ലല്ലോ. സോ കണിയാപുരം മിഷൻ ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തിയപ്പോൾ എണീറ്റു. അപ്പോഴത്തേക്കും പിന്നെ അങ്ങോട്ട് തല കറക്കമായി. അതിനുശേഷം വന്ന് ഇവിടെ എത്തിയ ഉടനെ എത്തുന്നതിന് മുന്നേ ബസ് ഇരുന്നപ്പോഴത്തേക്കും കോൾ വന്നു, 3 മണിക്ക് ഇന്ന സ്ഥലത്തെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു. പിന്നെ നേരെ പോയി 2:45 ഇവിടെ എത്തി. ഡ്രസ്സൊക്കെ മാറ്റി വേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ട് പോയിട്ട് ഞാൻ വിചാരിച്ചു പോയിട്ട് 3 മണിക്കല്ലേ, 3:30 3:45 ഇപ്പോൾ എത്തും, ഒരു 4:30 4:45 ട്യൂഷൻ പഠിപ്പിക്കാൻ പോയാൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ നിന്നു. ശരാ 4:30 വരെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ ട്യൂഷൻ എടുക്കാൻ പോയി. പിന്നെ ട്യൂഷന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ വന്നു. ഇന്ന് അത്ര കുട്ടികളൊന്നും ഇല്ലായിരുന്നു. ഒന്നിനും പഠിക്കാൻ താല്പര്യമില്ല, എല്ലാം ആബ്സെൻ്റ് ആയിരുന്നു. സോ ഇത്ര പേര് 6th 3 എണ്ണവും 2nd സ്റ്റാൻഡേർഡിൽ 2 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് റിവിഷനായിരുന്നു. അതുകൊണ്ട് അതും കഴിഞ്ഞിട്ട് ഒരാളെയും കൂടി പഠിപ്പിക്കാനുണ്ട്. പക്ഷെ ആ ആൾ വീട്ടിലില്ല. അതുകൊണ്ട് ആ ഒരു ഇതങ്ങ് പോയി. അപ്പോൾ ഇപ്പം നല്ല തലവേദനയൊക്കെ എടുക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ത്രെഡ് ചെയ്തത് എവിടെ നിന്നെന്ന് വെച്ചാൽ ഗോകുലം, കഴക്കൂട്ടം ഗോകുലത്തിൽ നിന്നാണ് ഞാനിത് ത്രെഡ് ചെയ്തത്. എനിക്ക് ആദ്യം അങ്ങോട്ട് പിടിച്ചില്ലായിരുന്നു. മറ്റേ ഭഗീരഥൻ പിള്ള സ്റ്റൈലിലായിരുന്നു ഇതിരുന്നത്. പക്ഷേ ഐ യൂസ് ടു ലൈക്ക് കണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നല്ല കട്ടിക്കിരിക്കും, നല്ല പിരിയം. ഇനി നേരെ പോയിട്ട് ഞാനൊന്ന് മുഖമൊക്കെ തേച്ച് കഴുകിയിട്ട് ഒന്നുകൂടെ ഇനി മേക്കപ്പ് ഒന്നുമില്ല. രാവിലെ കുറച്ച് ഫൗണ്ടേഷൻ ഇട്ടു, ബ്ലഷ് ഇട്ടു, അങ്ങനെയൊക്കെ ആയിരുന്നു. വൈകുന്നേരം ബ്ലഷ് ഇടണം, അത്ര തന്നെ. ചായ കുടിക്കാൻ പോകുന്നു. ഇപ്പോൾ ചായ കുടിക്കാൻ പോകാൻ, കട്ടൻ ചായ കുടിക്കാൻ. നോക്കൂ ഗൈസ്, we are going to the reception. മുടി എന്തോ പറ്റി. അങ്ങനെ നമ്മൾ റിസപ്ഷൻ എത്തി. പേരൂർ വെച്ചാണ് റിസപ്ഷൻ. താനിരിക്കുന്നു ചെറുക്കനും പെണ്ണും. ഗെയിൻ വൈപ്പിംഗ് വിത്ത് അനു. നമ്മൾ വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ കൂടെയുള്ള ടീംസ് ആരും എത്തിയിട്ടില്ല. അവർ ഗിഫ്റ്റ് എടുക്കാൻ ലേറ്റായി. സോ വി ആർ വെയിറ്റിംഗ് ഫോർ ദം. അങ്ങനെ നമ്മൾ ലാസ്റ്റാണ് ഫുഡ് കഴിച്ചത്. ഹലോ. അപ്പോൾ വാ, this is my little one. Okay, then go. പയ്ക്കോ. ഓക്കെ. അപ്പോൾ കല്യാണത്തിന് പോയിട്ട് തിരിച്ചെത്തി. കല്യാണത്തിന് പോയിട്ട് this is what I took from there. ഞാനെടുത്തു. It was a very very hectic day, but it was a very very good day. അങ്ങനെ എത്തിച്ചേണ്ടേ മാരേജ് കഴിഞ്ഞു. വാവ്, നല്ലായിരുന്നു. കഴിക്കാൻ ദോശയായിരുന്നു. ദോശ, സാമ്പാർ, ചമ്മന്തി, വട ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് വട കിട്ടിയില്ല. വടയൊക്കെ തീർന്നു പോയി. അതാണ്. സോ ഇനി നാളെ ഈസ് ഫ്രൈഡേ വർക്കിന് പോകണം. യെസ്. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ. ഞാൻ ഇനി ഈ ഫ്ലവർ വെയ്സിൽ വെക്കും. അപ്പോൾ അതും കൂടി കാണിച്ചിട്ട് എൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് വെയ്സിൽ ഇത് വെക്കാം. ഓക്കെ, ഇതല്ല. ഓക്കെ. We have 2 more.
ദിസ് ഈസ് വാട്ട് ഇറ്റ്സ് ലുക്ക് ലൈക്ക്. എവറിത്തിങ് ബ്യൂട്ടിഫുൾ അല്ലേ? ഇറ്റ് സോ ബ്യൂട്ടിഫുൾ അല്ലേ? റെഡും ഗ്രീനും റെഡും വൈറ്റും ആയിരുന്നു ഉണ്ടായിരുന്നത്. ദ റെഡ് വാസ് സോ ബ്യൂട്ടിഫുൾ. ഈ റെഡ് കളറിലൊരു ഡ്രസ്സ് എനിക്ക് എടുക്കണം. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ അല്ലേ? ഓക്കെ, അപ്പോൾ ബൈ ബൈ ബൈ. നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ ബൈ.